വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് UDF കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന തീരദേശ സന്ദേശയാത്ര പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കും. സംഘാടക സമിതി രൂപീകരിച്ചു. Beautiful and excellent quality furnitures are giving pride to every home. Tamam Furniture World, most popular furniture brand in Kerala and Karnataka. Tamam Furniture World, Uppala, Bandiyod, Udyavar, now at Mangalore. കടൽ കരിമണൽ കൊള്ള അവസാനിപ്പിക്കുക, തീരദേശ ഹൈവേ ഉൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന തീരദേശ സന്ദേശയാത്രയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. UDF കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരുന്നു യോഗം സംഘടിപ്പിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസാരിച്ചു. കരിമണൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ 10, 50, 100 പേരെത്തി ഓരോ പ്രോസസ്സ് കഴിയുമ്പോഴും അതിൻ്റെ വില വർദ്ധിക്കുകയാണ്. ലക്ഷക്കണക്കിന് കോടി രൂപ ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മണൽ വാരിക്കഴിഞ്ഞാൽ നമ്മുടെ മത്സ്യസമ്പത്ത് മുഴുവൻ തകർന്നു പോകും, സസ്യ ജന്തു ജീവജാലങ്ങൾ മുഴുവൻ തകർന്നു പോകും. മാത്രമല്ല ഇപ്പം തന്നെ വലിയ തോതിൽ തീരശോഷണമാണ്. പൂവാർ മുതൽ കാസർഗോഡ് വരെ തീരശോഷണമാണ്. തീരം ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, കടൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യം നമ്മളൊരു മൺസൂണിൽ തീരപ്രദേശത്ത് കാണുന്നൊരു വീട് അടുത്ത മൺസൂണാകുമ്പോൾ ഇല്ല, കടൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സുനാമി, ഓക്കി തുടങ്ങിയ ഈ സുനാമി തന്നെ ഉണ്ടായത് ഇന്തോനേഷ്യയുടെ കടൽ തീരത്ത് ഇങ്ങനെ മണൽ വാരാൻ, സിംഗപ്പൂരിലേക്ക് മണൽ കൊണ്ടുപോകാൻ അനുവാദം കൊടുത്തൊരു ഐലൻഡ് പൂർണ്ണമായി ഇല്ലാതായി. അപ്പോൾ യാതൊരുവിധ എൻവയൺമെൻറ്റ് സ്റ്റഡീസ്, ഈ ഇമ്പാക്റ്റ് സ്റ്റഡീസ്, എന്താണ് പ്രകൃതിയിൽ ഉണ്ടാകുന്നത്, കടലിൽ ഉണ്ടാകുന്നത് എന്താണെന്ന് പോലും പഠിക്കാതെ തീരെഴുതി കൊടുക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് കോർപ്പറേറ്റുകൾക്ക്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, MLA മാരായ NA നെല്ലിക്കുന്ന്, AKM അഷ്റഫ്, DCC പ്രസിഡന്റ് PK ഫൈസൽ, നേതാക്കളായ A ഗോവിന്ദൻ നായർ, K നീലകണ്ഠൻ തുടങ്ങി നിരവധി നേതാക്കൾ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.